വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫേഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് പെഡിക്യൂറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫേഷ്യൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു നോർമൽ ഫേഷ്യൽ എന്നതിനേക്കാൾ ഉപരി നമ്മൾ പുറത്തൊരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഒരു ഫേഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ പാർലറിലൊക്കെ ചെയ്യുന്ന ഓൾമോസ്റ്റ് ആ ഒരു സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാത്രമേ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. 4 സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കുന്നത് ഈ ഒരു ഫേഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ സ്റ്റെപ്സ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എൻഡിൽ അത്രയൊരു അമേസിംഗ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യണത് എന്നൊക്കെയുള്ളത് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫേഷ്യലിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു കോട്ടൻ്റെ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റോ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടെ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫേസ് നന്നായി വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഇങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ണിൻ്റെ താഴെയും അതുപോലെ തന്നെ ലിപ്പിലും മൊത്തം നമ്മുടെ ഫേസ് ചെയ്യുമ്പോൾ നെക്ക് വിട്ടു പോരുത്, നെക്കിലും നന്നായിട്ട് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 2 to 3 മിനിറ്റ്സ് നമ്മൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ എന്തിനാണ് ക്ലെൻസിങ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ഈ എന്താ പറയുക ചെറിയ പോസൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലൊക്കെയുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ടാണ് ഫസ്റ്റ് തന്നെ ക്ലെൻസിങ് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫേസിലുള്ള ഈ ഡേർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ആ നമ്മുടെ ആ ഒരു കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ അതിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഈ ഇത് വെച്ച് നമ്മൾ ഇതാക്കുമ്പോൾ അഴുക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു 2-3 മിനിറ്റ് ചെയ്തതിന് ശേഷം നന്നായി വാഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലെ ഡിഫറൻസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോലിയേഷനാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ റോ മിൽക്കാണ് എടുത്തിരിക്കുന്നത്. റോ മിൽക്കിൻ്റെ ഒപ്പം നമ്മൾ ഇടുന്നത് വീറ്റ് ഫ്ലോർ, അതായത് ആട്ടയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. നമ്മുടെ ഓരോരുത്തരും ഫേസിൽ എന്തോരം വേണ്ടതെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇത് ശരിക്കും ഒരു സ്ക്രബിങ് ആണ് നമ്മളൊരു എഫക്റ്റ് ഉദ്ദേശിക്കണം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫേസ് ക്ലീൻ ചെയ്തിട്ടുള്ളതാണല്ലോ ഓൾറെഡി. അപ്പോൾ ഫേസിൽ നന്നായിട്ട് ഇതുപോലെ തന്നെ തേച്ച് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വീറ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ മെയിൻ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സൺ ടാൻ, ഫേസിൽ പിമ്പിൾസൊക്കെ വന്നിട്ടുള്ള ആക്നിയൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. പക്ഷേ കണ്ണിൻ്റെ താഴെയൊക്കെ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അധികം അവിടെ അങ്ങനെ നമ്മളിട്ട് മസാജ് ചെയ്യുമ്പോൾ റിങ്കിൾസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അവിടെയൊന്നും അധികം ചെയ്യാതിരിക്കുക. നെക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും താഴേക്കാക്കാതെ തന്നെ ഈ എന്താ പറയുക നമ്മൾ താഴേന്ന് മേപ്പോട്ടേക്ക് എന്നുള്ള ലെവലിൽ വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ റിങ്കിൾസ് ഭയങ്കരമായിട്ട് ഫോം ചെയ്യും. അപ്പോൾ ചീക്സ് ആൻഡ് നെക്ക് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് കുറച്ച് നേരം ഡ്രൈ ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോൾ ഉള്ള ഒരു ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ഡിഫറൻസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഫേഷ്യൽ മസാജാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യോഗട്ടും ക്യാരറ്റ് ജ്യൂസും ആണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് നന്നായിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഒരു ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ ബൗൾ വെച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ചെറിയ സ്പൂൺ ആണെങ്കിൽ 2 to 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ജ്യൂസ്, യോഗട്ട് ഒരു 1.5 ടേബിൾ സ്പൂണിലേക്ക് ആഡ് ചെയ്ത് നന്നായി ജോയിൻ്റ് ആക്കുക. അങ്ങനെ നമ്മുടെ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് നേരത്തെ ക്ലീൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ഫേസിൽ മസാജ് ചെയ്യുന്നതിലാണ് നമ്മുടെ ഈ ഒരു ഫേഷ്യലിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മളത് അങ്ങനെ ചെയ്യുന്നത് വഴിയാണ് നമ്മുടെ സ്കിന്നിലേക്ക് ഈ ചെയ്യുന്ന പാക്ക് നന്നായിട്ട് അബ്സോർബ്ഡ് ആവാനും അതിൻ്റെ ഒരു റിസൾട്ടും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല ഡാർക്ക് സർക്കിൾസ് ആണെങ്കിലും ഈ ആക്നെ ആണെങ്കിലും നല്ല ഒരു രീതിയിൽ ടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഫേഷ്യൽ സമയമൊക്കെ എടുത്ത് ചെയ്യണത്. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഫേസിൽ വരുന്ന ആ ഒരു ഗ്ലോ അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റൻ ആവണത് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കൈ മടക്കി വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ മസാജിങ്ങിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അതുവഴി സ്കിന്നൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആവാനും പറ്റും കേട്ടോ. അപ്പോൾ ഒരു 2 to 3 മിനിറ്റ്സ് മാക്സിമം നമ്മൾ ഇതുപോലെ മസാജ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നത്. ഒരു നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എൻ്റെ ഫേസ് നല്ല രീതിയിൽ ഇപ്പോൾ ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്.
അങ്ങനെ നമ്മൾ നമ്മുടെ ഫേഷ്യലിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലെത്തിയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫേസ് പാക്കാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ റോ മിൽക്കിലേക്ക് നമ്മൾ വീറ്റ് ഫ്ലോർ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാരറ്റ് ജ്യൂസാണ്. അപ്പോൾ വീറ്റ് ഫ്ലോർ ഒരു 2 ടേബിൾ സ്പൂണ്, ക്യാരറ്റ് ജ്യൂസ് ഒരു 2 ടേബിൾ സ്പൂണ്, പിന്നെ ഇട്ടിരിക്കുന്നത് മുൾട്ടാണി മീറ്റി പൗഡറാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പിഞ്ച് ടർമറിക് പൗഡറാണ്. അപ്പോൾ ഈ ടർമറിക് പൗഡർ ജെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ, പ്രശ്നമില്ല. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ഫേസിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കണ്ണിൻ്റെ അടിയിലൊക്കെ പാക്ക് ഇടുന്ന ആൾക്കാരാണെങ്കിൽ ലൈറ്റായിട്ട് ഇട്ടാൽ മതി. അത്ര തിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ റിങ്കിൾസ് ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫേസിൽ മാത്രമല്ല നമ്മുടെ നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുക. ഇനി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ കട്ടിക്ക് ഇട്ട കാരണം കൊണ്ടാണ് കുറച്ചൊന്ന് ഡ്രൈ അവിടെ ഇവിടേക്ക് ആയിട്ട് എടുക്കണേ. അപ്പോൾ ഇത് നമ്മൾ വാഷ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഫേസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഫസ്റ്റ് ഞാൻ സ്റ്റെപ്പ് ചെയ്യുന്നതിനായിട്ട് മുന്നേയും ഇപ്പോഴും വന്നിട്ടുള്ള ആ ഒരു റിയൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. നല്ല രീതിയിൽ പിമ്പിൾസിൻ്റെ മാർക്കാണെങ്കിലും ഡാർക്ക് സർക്കിൾസ് ആണെങ്കിലും ഒക്കെ റെഡ്യൂസ് ആയിട്ടുണ്ട്. ടാനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി നല്ലൊരു ഗ്ലോ തന്നെ ഫേസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നതിനായിട്ടും കൂടുതൽ നിങ്ങൾക്ക് അത് റിയലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പാക്ക് അത്രയും ഒരു വേർത്താണ്. കുറച്ച് സ്റ്റെപ്പ് എടുത്ത് ടൈം എടുത്ത് ചെയ്താലും നിങ്ങൾക്ക് റിയൽ ആയിട്ട് ആ ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റും. ശരിക്കും ഒരു ലൈവ് റിസൾട്ടാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ. ഫേസൊക്കെ നമുക്ക് നല്ല ഒരു സ്മൂത്ത് ആൻഡ് സപ്പിളായിട്ട് തോന്നും. ഭയങ്കര ഒരു ഗ്ലോ തോന്നും. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ടൈം എടുത്ത് ചെയ്തതിൻ്റെ ആ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ട് ശരിക്കും ഈ ഒരു പാക്ക് വഴി കിട്ടും കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ആക്ച്വലി ലേഡീസിന് മാത്രമല്ല ജെൻസിനും കൂടെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ. അതിൽ ലാസ്റ്റ് നമ്മൾ ഇട്ടിരിക്കുന്ന ടേർമറിക് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൻസിനും യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഫേഷ്യലിനൊന്നും ലൈക്ക് ലേഡീസ് അല്ലെങ്കിൽ ജെൻസ് അങ്ങനെ ആ ഒരു സെപ്പറേഷൻ നമ്മൾ ഇതിൽ ഇല്ല കേട്ടോ. ആർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നമ്മുടെ ഒരു ഫേസ് കുറച്ച് ഒരു ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് വെക്കണം താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഈ ഒരു പാക്ക് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്ന് അടിപൊളിയായിട്ട് ടാനൊക്കെ മാറും. അതുപോലെ തന്നെ വൈറ്റനിങ് ഒരു എന്താ പറയുക കുറച്ചൊരു ബ്രൈറ്റ് ആൻഡ് ഗ്ലോ നമുക്ക് ഫേസിൽ ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഗോതമ്പ് പൊടി അതായത് വീറ്റ് ഫ്ലോർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഫേസിൽ ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിങ്കിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മിൽക്കൊക്കെ വെച്ചിട്ട് ഒരു ഫേസ് മസാജ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് മേ ബി സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞാനിപ്പോൾ ഫേസിൽ വേറെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഐലൈനർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കളേർഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി ആ ഒരു ഫേഷ്യൽ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഇൻട്രോ ഔട്ട്രോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മേ ബി ആ ഒരു ഗ്ലോ ഫേസിൽ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിവേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതൊക്കെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തായാലും വേഗം പോയിട്ട് ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ, അപ്പോൾ എന്തായാലും പോയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയിട്ടുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോൻ്റെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ തന്നെ ബാക്കിയുള്ള റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോർവേഡ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, കീപ് വാച്ചിങ്.